അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമാകുന്ന റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് അബുദാബി സുന്നി സെൻറ്റർ എന്ന മഹത്തായ സംഘടന നടത്തിവരുന്ന സീറത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓൺലൈൻ കോഴ്സിൻ്റെ 4ാമത് സീസണിലെ 13ാമത് എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിന് തുടക്കം കുറിക്കുന്നു. ഇൻ തത്ലുഹാ ഖീഫതൻ മിൻ ഹർരി നാരി ലളാ അത്ഫത ഹർറ ലളാ മിൻ വിർദിഹ ശബിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി كأنها الحوض تبيض الوجوه به من العصاة وقد جاءوه كالحمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട മുഅ്ജിസത്തിനെ, അതിൻ്റെ ബഹുമാനങ്ങളെ, ഷറഫുകളെ വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാകുന്നു. ഇൻ തത്ലുഹാ ഖീഫതൻ, പരിശുദ്ധമായ ഖുർആൻ നരകത്തെ ഭയപ്പെട്ട് നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അത്ഫത ഹർറ ലളാ മിൻ വിർദിഹ ശബീബി, നരകാഗ്നിയുടെ ചൂട് ഖുർആൻ കാരണം നിങ്ങൾ കെടുത്തിക്കളയും എന്ന്. അത്രമേൽ മഹത്തരമാകുന്നു പരിശുദ്ധമായ ഖുർആൻ എന്ന്. നരകത്തെ പേടിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ നരകാഗ്നിയുടെ ചൂടിനെപ്പോലും കെടുത്തിക്കളയാൻ, അതിൻ്റെ തീയിനെപ്പോലും കെടുത്തിക്കളയാനുള്ള ശക്തിയുണ്ട് പരിശുദ്ധമായ ഖുർആനിനെന്ന്. അഥവാ പരിശുദ്ധമായ ഖുർആൻ ശരിക്ക് തഖ്വയോടുകൂടെ, ഭക്തിയോടുകൂടെ പാരായണം ചെയ്യുന്ന ഒരാൾ ഒരിക്കലും തന്നെ നിരാശരാവുകയില്ല എന്നതാണ്. അവർക്ക് ഖുർആൻ നരകത്തിൻ്റെ ചൂട് കെടുത്തിക്കളയും. എന്നുവെച്ചാൽ അവരുടെ നരകപ്രവേശനം ഖുർആൻ തടയുമെന്നർത്ഥം. അതിനുള്ള പവർ പരിശുദ്ധമായ ഖുർആനിനുണ്ട്. അതുകൊണ്ട് എല്ലാ സമയവും പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടാനും അത് പാരായണം ചെയ്യാനും, അത് പാരായണം ചെയ്യുക വഴി ഖൽബിനെ ശുദ്ധീകരിക്കാനും, അങ്ങനെ നരകാഗ്നിയെ കെടുത്തിക്കളയാനും നിങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് സാധിക്കും എന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഈ വരിയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് ഖുർആൻ പാരായണത്തിൻ്റെ സത്ഫലങ്ങൾ സൂചിപ്പിക്കുകയാണ് മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. വളരെ ഭവ്യതയോടുകൂടെ, വളരെ തഖ്വയോടുകൂടെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ നിരവധി അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തും. അർത്ഥമറിയാത്ത ഖുർആൻ പാരായണത്തിലും വലിയ പ്രതിഫലമുണ്ട് എന്നതാകുന്നു പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രത്യേകത. ഖുർആനിലെ അക്ഷരങ്ങൾ നോക്കുന്നവൻ്റെ കണ്ണിന് അവാജ്യമായിരിക്കുന്ന കുളിർമ അനുഭവപ്പെടുന്നു. മനസ്സിനെ അത് ശാന്തമാക്കുന്നു. അങ്ങനെ ആ മനസ്സ് അള്ളാഹുവിലേക്ക് അടുക്കുന്നു. അള്ളാഹുവിലേക്ക് അടുക്കുക വഴി നരകത്തിൻ്റെ തീയിനെ അത് കെടുത്തിക്കളയുന്നു, അത് ഇല്ലായ്മ ചെയ്യുന്നു എന്നർത്ഥം.
അതുവഴി നിങ്ങൾക്ക് സ്വർഗീയ പ്രവേശനത്തിന് കാരണമാകും. ആ കാരണമാകാൻ നിങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് മാറും എന്നതാകുന്നു ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഈ വരിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഭവനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു സംഘം ആളുകൾ ഒരുമിച്ച് അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്യുന്നു, അവരത് പഠിക്കുന്നു, അതിൻ്റെ അർത്ഥങ്ങൾ നോക്കി കണ്ടെത്തുന്നു. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിനെക്കുറിച്ച് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സംഘമാളുകൾ വട്ടമിരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ സമാധാനം, സലാം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ പൊതിയും. മലക്കുകൾ അവരുടെ ചുറ്റും ഇറങ്ങി വരും. എന്ന് മാത്രമല്ല, അവരുടെ ഇടയിലൂടെ മലക്കുകൾ അണിനിരക്കും. അങ്ങനെ അണിനിരന്ന് അള്ളാഹു അവൻ്റെ സമീപസ്ഥരോട് അവരെക്കുറിച്ച് പറയുകയും ചെയ്യാതിരിക്കില്ല എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രത്യേകതയാകുന്നു ഇതെല്ലാം. അത് പാരായണം ചെയ്യുമ്പോൾ ആ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ മലക്കുകൾ സന്നിദ്ധരാകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ ഖുർആനിൻ്റെ പാരായണവും മറ്റും എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ്, ഒരു പരിശുദ്ധമായ ഖുർആനിൽ ഒരു ഹർഫ് ആരെങ്കിലും ഓതിയിട്ടുണ്ടെങ്കിൽ അതിന് 10 ഹസനത്ത് നന്മ രേഖപ്പെടുത്തുമെന്നാണ്. അതിൻ്റെ ഇരട്ടിയത്ര ഏറ്റവും ചുരുങ്ങിയതാണത്, മിനിമമാകുന്നു. അപ്പോൾ അതിൻ്റെ പരിധിയില്ല, അത് എത്രയോ അപ്പുറമാകുന്നു. അത് അതിൻ്റെ ശബ്ദത്തിനനുസരിച്ച്, ഇഖ്ലാസിനനുസരിച്ച്, തജ്വീദിനനുസരിച്ച് അവൻ്റെ ഖുർആനിൻ്റെ പ്രതിഫലങ്ങൾ മാറിക്കൊണ്ടേ ഇരിക്കുമെന്നർത്ഥം. അതുകൊണ്ടാണ് അലിഫ് ലാം മീം അത് 3 ഹർഫാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തു പറയുകയും ചെയ്തു. അതുകൊണ്ട് 30 ഹസനത്ത് നിങ്ങൾക്ക് അതിൽ നൽകപ്പെടും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് 2 ഉദാഹരണങ്ങളിലൂടെ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആനിൻ്റെ മഹത്വം നമ്മെ കേൾപ്പിക്കുകയാണ്. ഒന്ന്, ഖുർആൻ അതിൻ്റെ തണുപ്പ് കൊണ്ട് നരകാഗ്നിയെ കെടുത്തിക്കളയും എന്നാണ് പറയുന്നത്. നരകാഗ്നിയെ തന്നെ കെടുത്തിക്കളയും പരിശുദ്ധമായ ഖുർആൻ. എന്തൊരു മനോഹരമായിട്ടാണ്! അഥവാ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കൊന്ന് എത്തി നോക്കണം. അർത്ഥതലങ്ങളിലേക്ക് എത്തി നോക്കുമ്പോൾ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ പേടിക്കണം, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷിക്കണം. അങ്ങനെ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് തോന്നിപ്പോകൂലേ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? അപ്പോൾ പരിശുദ്ധമായ ഖുർആനിൻ്റെ ശാസനകളെ അവൻ ഉൾക്കൊള്ളും, അതനുസരിച്ച് അവൻ ജീവിക്കുകയും ചെയ്യും. അത് തന്നെയാകുന്നു ഈ പറഞ്ഞത്. എന്ത്? ഇൻതതുലുഹാ ഖീഫതൻ മിൻ ഹർരിനാരി ലളാ അത്ഫത ഹർറലളാ മിൻ വിർദിഹ ശബിമീം. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ, നരകാഗ്നിയെ ഭയപ്പെട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവർ ഒരിക്കലും തന്നെ നിരാശരാവുകയില്ല എന്നർത്ഥം. മറ്റൊരു ഉദാഹരണം, ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, പാപക്കറ കൊണ്ട് അഥവാ ദോഷം കൊണ്ട് കറുത്തുപോയ മുഖങ്ങളെ ഖുർആൻ വിശുദ്ധ തീർത്ഥത്തിലെ പുണ്യജനം കണക്കെ വെളുപ്പിക്കുന്നു എന്നർത്ഥം. ഇതാണ് അടുത്ത വരിയിലൂടെ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അതിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്.
കഅന്നഹൽ ഹൗദു തബ്യദ്ദുൽ വുജൂഹു ബിഹി മിനൽ ഉസാത്തി വഖദ് ജാഊഹു കൽ ഹുമമീം. എപ്രകാരമാണ് പരിശുദ്ധമായ ഖുർആനെന്നോ? നരകത്തിൽ കിടന്ന് കരിക്കട്ടകളായ ദോഷികളെ കൊണ്ടിടപ്പെടുന്ന നഹ്റുൽ ഹയാത്ത് പോലെയാകുന്നു പരിശുദ്ധമായ ഖുർആൻ. എന്തൊരു ഉദാഹരണമാകുന്നു നോക്കൂ നിങ്ങൾ. മഹാനാകുന്ന ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആനിൻ്റെ ഷറഫ്, ബഹുമാനം നമ്മെ പഠിപ്പിക്കുന്നു. ഏതുപോലെയാകുന്നു? കഅന്നഹൽ ഹൗദു, അതൊരു ഹൗദ് പോലെയാകുന്നു. എന്താണ് ആ ഹൗദിൻ്റെ പേര്? നഹ്റുൽ ഹയാത്ത് എന്ന് പറഞ്ഞിട്ട് നാളെ പാരത്രിക ലോകത്ത് ഒരു ഹൗദുണ്ട്. ഏതാണ് ആ ഹൗദെന്നോ? തബ്യദ്ദുൽ വുജൂഹു ബിഹി, അതുകൊണ്ട് മുഖങ്ങളെല്ലാം വെളുത്തു പോകും. മിനൽ ഉസാത്തി, ദോഷികളിൽ നിന്നല്ല. വഖദ് ജാഊഹു കൽ ഹുമമീം. അഥവാ മഹാനാകുന്ന ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, നരകത്തിൽ കടത്തപ്പെടുന്ന മുഅ്മിനുകളുണ്ടാകും. അവരുടെ ദോഷം കാരണങ്ങളാൽ അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അഥവാ ഒരുപാട് ശിക്ഷകൾ നൽകപ്പെടേണ്ടുന്ന ആളുകൾ, പശ്ചാത്തപിക്കാത്ത ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ, ദോഷികളായിരിക്കുന്ന ഒരുപാട് മുഅ്മിനുകളുണ്ടാകും. ആ മുഅ്മിനുകളൊക്കെ ശാശ്വതമായിട്ട് നരകത്തിലെ അല്ലാഹു തആല കടത്തുകയില്ല. എന്നാൽ നരകത്തിൽ കടന്ന് അവർ കരിക്കട്ടകളായിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ദുനിയാവിലും അങ്ങനെ ഇല്ലേ? ദുനിയാവിൽ അങ്ങനത്തെ അവസ്ഥയ്ക്കൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ എങ്ങനെയോ ആയിട്ടുണ്ട്. അഥവാ അവരെ സാമ്പിൾ പോലും ശേഖരിക്കാൻ കഴിയാത്ത രൂപത്തിൽ കരിക്കട്ടകളാകുന്ന മൃതദേഹങ്ങൾ കരിഞ്ഞു പോയത്, കത്തിപ്പോയത്, കത്തിച്ചാമ്പലായി പോയത് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? അവരിൽ നിന്ന് അവരുടെ അടയാളം പോലും ബാക്കി വെക്കാതെയാകുന്നു അവർ കരിഞ്ഞു പോയിട്ടുള്ളത്. എന്നാൽ അതിനേക്കാളും എത്രയോ ഇരട്ടി, ഒരുപാട് ഇരട്ടി ചൂടുള്ളതാകുന്നു അള്ളാഹുവിൻ്റെ നരകത്തിലെ തീ എന്ന് പറയുന്നത്. ആ തീയിലിട്ടാകുന്നു വർഷങ്ങളോളം കത്തിക്കരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കത്തിക്കരിഞ്ഞ കരിക്കട്ടകളായ ആ മൃതത ശരീരങ്ങൾ അള്ളാഹു പരിശുദ്ധമായിരിക്കുന്ന ഒരു തടാകത്തിൽ, ഒരു ഹൗദിൽ അള്ളാഹു കൊണ്ടിടും. അങ്ങനെ അതിൽ നിന്നിങ്ങോട്ട് പുറത്തു വരുമ്പോൾ ഏറ്റവും നല്ല സുന്ദരനായിരിക്കുന്ന മനുഷ്യനായിട്ട് മാറും. ആ രൂപത്തിൽ അള്ളാഹു അവരെ പുറത്തെടുക്കും എന്നതാകുന്നു. അള്ളാഹു നമ്മെ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത്രയും മനോഹരമാകുന്നു പരിശുദ്ധമായ ഖുർആൻ. ഏതുപോലെയാകുന്നു ഖുർആൻ? കഅന്നഹൽ ഹൗദു തബ്യദ്ദുൽ വുജൂഹു ബിഹി മിനൽ ഉസാത്തി വഖദ് ജാഊഹു കൽ ഹുമമീം. അപ്പോൾ പാപം ചെയ്ത മുഅ്മിനുകളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അപ്പോൾ അള്ളാഹു പുറത്തു കൊടുക്കുമ്പോൾ അവരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് രക്ഷിപ്പിക്കുകയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടത്തുന്നതിന് മുമ്പ് ഈ കത്തിക്കരിഞ്ഞ കരിക്കട്ട പോലെയായ മൃതശരീരങ്ങൾ, ആ മൃതശരീരങ്ങളൊക്കെ നെഹ്റുൽ ഹയാത്ത് എന്ന ഹൗദിലൊന്ന് അള്ളാഹു കൊണ്ടിടും. അങ്ങനെ അതോടെ അവരുടെ മുഖം വെളുത്തുപോകും, അവരുടെ ശരീരം പ്രസന്നമാകും, അവർ ഏറ്റവും വലിയ സുന്ദരന്മാരാകും. അങ്ങനെ സുന്ദരന്മാരായതിന് ശേഷമാകുന്നു അവരെ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നത് എങ്കിൽ അതുപോലെയാകുന്നു. അതുകൊണ്ട് ഈ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മുഖം നല്ല സുന്ദരന്മാരായിരിക്കും അവർ എന്ന് പഠിപ്പിക്കുകയാണ് ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല ഏറ്റവും സുന്ദരന്മാരായി മാറും. അതുപോലെയാകുന്നു എന്ന് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു ആ ഹൗദിനോടാണ് പരിശുദ്ധമായ ഖുർആനിനെ ഉപമിക്കുന്നത് എന്നർത്ഥം. അഥവാ പാപക്കറ കൊണ്ട് കറുത്തുപോയ മുഖങ്ങളെ ഖുർആൻ വിശുദ്ധ തീർത്ഥത്തിലെ പുണ്യജനം എങ്ങനെ വെളുപ്പിക്കുന്നു, അതേപോലെ
പരിശുദ്ധമായ ഖുർആൻ നിങ്ങളെ വെളുപ്പിക്കും എന്നർത്ഥം. അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ വെളുപ്പിച്ച് ആ പരിശുദ്ധമായ ഖുർആൻ നിങ്ങളെ നരകത്തിൻ്റെ തീയിനെ തന്നെ കെടുത്തിക്കളയാനുള്ള ശക്തി പരിശുദ്ധമായ ഖുർആനിനുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. പരിശുദ്ധമായ ഖുർആൻ ഇത് സംബന്ധിച്ച് ഈ നരകത്തിനെക്കുറിച്ച് ധാരാളം ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ നരകത്തിനെതിരെ വളരെയധികം ജാഗ്രത പാലിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ കത്തിക്കപ്പെടുന്നത്, അതിൽ വിറകുകളെന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമാകുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ താക്കീത് നൽകുന്നുണ്ട്. എന്ന് മാത്രമല്ല, നിങ്ങളെ സൂക്ഷിക്കണം, നിങ്ങളുടെ കുടുംബങ്ങളെയും സൂക്ഷിക്കണം. എന്തുകൊണ്ട്? നരകാഗ്നി എന്നുള്ളത് എത്രയോ നാൾ കത്തിക്കപ്പെട്ട് ഏറ്റവും ചൂടായ ദുനിയാവിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രമേൽ ചൂടാകുന്നു നരകത്തിലുള്ളത്. ആ നരകത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളെയും നിങ്ങൾ രക്ഷിക്കണം, സംരക്ഷിക്കണം എന്ന് പരിശുദ്ധമായ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയും അതിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള മാർഗമാകുന്നു. ഇതാണ് നരകത്തിനെതിരെ ഉള്ള ഒരു സംരക്ഷണമായിരിക്കും, ഒരു മതിലായിരിക്കും ഈ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത്. അതിനോടാകുന്നു ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഈ വരിയിലൂടെ പരിശുദ്ധമായ ഖുർആനോട് ഉപമിക്കുന്നത്. കാരണം നരകത്തെ തടുക്കാനുള്ള ഏറ്റവും നല്ല പരിച ഈ പരിശുദ്ധമായ ഖുർആൻ ഭക്തിയോടുകൂടെ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഭക്തിയോടുകൂടെ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നിങ്ങൾ അടുക്കുമ്പോൾ ഒരിക്കലും തന്നെ മോശമായ ജീവിതം നിങ്ങൾക്ക് എന്നല്ല ഒരാൾക്കും തന്നെ ജീവിക്കാൻ സാധ്യമല്ല. അത്രമേൽ നല്ലവരായിരിക്കും പിന്നീട് നിങ്ങൾ. അത് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും. ഹൃദയത്തിലുള്ള എല്ലാ കറുത്ത പുള്ളികളും മായ്ച്ച് നിങ്ങളുടെ മുഖം വളരെ വിവർണമായിരിക്കും, വളരെ പ്രസന്നമായിരിക്കും, വളരെ സുന്ദരമായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഹൃദയം സുന്ദരമാകുന്നത് പോലെ നിങ്ങളുടെ മുഖവും സുന്ദരമാകും. അപ്പോൾ ശരീരമാകലം നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ പരിശുദ്ധമായ ഖുർആനിനാവും. ഏതുപോലെ എന്ന് പറയാണ്, അത് നരകാഗ്നിയിൽ കടന്ന് പ്രയാസപ്പെട്ട് കരിക്കട്ടകളെ പോയ മൃതശരീരങ്ങൾ, ആ മൃതശരീരങ്ങളെ അല്ലാഹു തആല ഒരു ഹൗദിൽ ഇട്ട് മുക്കിയെടുക്കുമ്പോൾ അവരെത്രമേൽ സുന്ദരന്മാരായിരിക്കും. അതുപോലെയാകുന്നു പരിശുദ്ധമായ ഖുർആൻ എന്ന് മഹാനാകുന്ന ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാകുന്നു. പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ ഖുർആനിലെ 2-ാമത്തെ ആയത്താണല്ലോ സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയിൽ തന്നെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ നിങ്ങളെ രക്ഷപ്പെടുത്തും എന്നുള്ളത്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഒട്ടുമേ സംശയമില്ല, എന്ത്? ഇത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാകുന്നു. പരിശുദ്ധമായ ഖുർആൻ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്ന സൂറത്തുൽ ബഖറയുടെ ആദ്യ ആയത്തുകളിലൂടെയാകുന്നു അള്ളാഹു നമ്മെ ഇത് പഠിപ്പിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് സന്മാർഗമാകുന്നു, സൂക്ഷ്മതയുള്ളവർക്ക് ഖുർആൻ വഴികാട്ടിയാകുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മനസ്സും ശരീരവും പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയില്ല. എന്തുകൊണ്ട്? പരിശുദ്ധമായ ഖുർആൻ പാപത്തിൻ്റെ പാടുകളെ, അതിൻ്റെ വഴികളിലേക്ക് നിങ്ങളെ കടക്കാൻ സാധിക്കുകയില്ല. പാപത്തിൻ്റെ പാടുകളെ മുഴുവനും ഖുർആൻ മായ്ച്ചു കളയുന്നു. എന്തുകൊണ്ട്? പരിശുദ്ധമായ ഖുർആൻ അവൻ അറിഞ്ഞുകൊണ്ട് ഓതുമ്പോൾ ഏതിലേക്ക്? തെറ്റുകളിലേക്ക് അവൻ അടുക്കാൻ അവന് സാധ്യമല്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, തെറ്റുകൾ ചെയ്യാൻ തോന്നുകയുമില്ല. എന്തുകൊണ്ട്? പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് ചെറിയ ചെറിയ പാപങ്ങളാകട്ടെ ഖുർആൻ ഓതുന്നതോടുകൂടെ ഓട്ടോമാറ്റിക്കലി അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അത് ഡിലീറ്റായി പോവുകയും ചെയ്യും.
അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ നിങ്ങളെ രക്ഷപ്പെടുത്തും എന്നർത്ഥം. നിങ്ങളെ രക്ഷപ്പെടുത്തും ഏതിൽ നിന്ന്? അള്ളാഹുവിൻ്റെ കഠോരമായിരിക്കുന്ന നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാകുന്നു പരിശുദ്ധമായ ഖുർആൻ എന്നാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു നമ്മെ ഈ വരിയിലൂടെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത വരിയിലൂടെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.